വളരെ എളുപ്പത്തിൽ ബീഫ് കറി വയ്ക്കാവുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മുടെ ബീഫ് 1 കിലോ ബീഫ് കഴുകി എടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ബീഫ് കറി വയ്ക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ കഴുകിയെടുത്ത ബീഫിലോട്ട് ചെറിയ ഉള്ളി 2ആയിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഒരു 4 പച്ചമുളക് കട്ട് ചെയ്തത്, ഒരു തക്കാളി കട്ട് ചെയ്തത്, 2 തണ്ട് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത്, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ബീഫിൻ്റെ മസാല 1 സ്പൂൺ, നമ്മൾ ബീഫിൻ്റെ മസാല ഇട്ടു. ഇനി അതിൻ്റെ കൂടെ ഒരു ചെറിയ 2 പീസ് പട്ട, തക്കോലം അല്ലെങ്കിൽ സ്റ്റാർ പൂ ഒരു പകുതി, ഒരു 3 പീസ് ഗ്രാമ്പു. ഇനി ബീഫ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം. നമ്മൾ ബീഫ് കറിയാണ് വയ്ക്കുന്നത്. അതിന് കുറച്ച് വെള്ളം നമ്മൾ കൂടുതലായിട്ട് തന്നെ വയ്ക്കണം. ഏകദേശം ഇത്രയും വെള്ളം വേണം. ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ആദ്യം അപ്പോൾ നമ്മുടെ ബീഫ് അടുപ്പത്ത് വെച്ച് ഇനി ഒരു 45 മിനിറ്റ് 1 മണിക്കൂർ ഇത് വേവണം. എന്നാലേ ബീഫ് നന്നായിട്ട് വേവുള്ളൂ. കുറഞ്ഞത് 45 മിനിറ്റെങ്കിലും വേവണം. അപ്പോൾ നമ്മൾ ബീഫ് വെച്ചിട്ട് 1 മണിക്കൂറായി. ഈ 1 മണിക്കൂർ കൊണ്ട് ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ബീഫ് വേവാൻ 1 മണിക്കൂർ വേണം. നന്നായിട്ട് വെന്തിട്ടുണ്ട് ബീഫ്. ഉള്ളിയും മസാലയും എല്ലാം കൂടെ വയ്ക്കുമ്പോൾ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം ഈ നമ്മളിടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ബീഫിലോട്ട് നല്ല മിക്സിങ് ആവും. ഇനി നമുക്ക് ഇതിനെ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് മല്ലിയും മുളകും ചേർത്ത് കടുവറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് ബീഫിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. വെളിച്ചെണ്ണ ചൂടായി. കുറച്ച് കടുക്, കടുക് പൊട്ടി. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ. നമുക്ക് ഇതിനൊന്ന് മാറ്റി വയ്ക്കണം മസാലകൾ ഇടാൻ വേണ്ടി. അല്ലാന്നുണ്ടെങ്കിൽ മസാലകളൊക്കെ കരിഞ്ഞു പോകും. ആദ്യം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം.
ഒരു 4 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. നാല് സ്പൂൺ മുളക് പൊടി. എരിവ് അവരവരുടെ ആവശ്യത്തിനിടാവുന്നതാണ്. ഒരു 3/4 സ്പൂൺ കുരുമുളക്. നമുക്ക് മസാല ചെറുതായിട്ട് അടുപ്പിലോട്ട് വെച്ച് ചൂടാക്കാം. ചട്ടി നല്ല ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ മസാല പെട്ടെന്ന് ആവും. മസാല വെന്ത് കിട്ടി. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു തക്കാളിക്കും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കും. ഒരു തക്കാളി നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. 2 തക്കാളി വേണം. ഒരു തക്കാളി ഇവിടെ കട്ട് ചെയ്യും. നമുക്ക് ബീഫ് ഗ്രേവി വേണം. നമുക്ക് വേവിച്ചതിൽ ഗ്രേവി കുറവാണ്, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കും. കുറച്ച് ഉപ്പും കൂടെ ആവശ്യമുണ്ട്. ബീഫ് ഇട്ടിട്ട് നമുക്ക് ഉപ്പ് നോക്കാം. നമ്മൾ മാറ്റി വെച്ച ബീഫ് എടുത്ത് കുറച്ച് ഉപ്പും കൂടെ. അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, ആ ഉപ്പ് കൂടെ നമ്മൾ ഇട്ടു. മിക്സിങ് ആവണം. അപ്പം നമുക്കിതിൽ ഇനി എക്സ്ട്രാ ചേർക്കാനുള്ളത് ജീരകം പൊടിച്ചതാണ്. ജീരകം പൊടിച്ചത് നമ്മുടെ ഇവിടെ എല്ലായിടത്തും എല്ലാവരും ചേർക്കില്ല, പക്ഷേ കോട്ടയംകാർ ബീഫ് ചെയ്യുമ്പോൾ അവസാനം അവർ ഒരല്പം ജീരകം പൊടിച്ചത് ചേർക്കാറുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, പക്ഷേ ഒരു അടിപൊളി ടേസ്റ്റാണിത്. ഇത് ഒരു പ്രാവശ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലേ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയാൻ പറ്റുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതിട്ടിട്ട് നന്നായിട്ടൊന്ന് മറിച്ച് വയ്ക്കും. ഒന്നുകൂടെ ബീഫ് റെഡി. അത്യാവശ്യം ഗ്രേവി, നമുക്ക് ബീഫ് കറി ആണ്, അപ്പോൾ കുറച്ച് ഗ്രേവി വേണം. ആവശ്യത്തിനുള്ള ഗ്രേവിയൊക്കെ ഉണ്ട്. നമ്മൾ കപ്പയുടെ കൂടെയാണ് ബീഫ് പിടിക്കാൻ പോകുന്നത്. കഴിക്കാൻ നമ്മൾ റെഡിയാണ്.
എണ്ണപ്പൊടി. കപ്പയും ബീഫും. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ബീഫ് എളുപ്പത്തിൽ മാത്രമല്ല, ബീഫ് ഇങ്ങനെ വയ്ക്കുന്നതാണ് ടേസ്റ്റ്. എല്ലാം കൂടെ ഒരുമിച്ച് വെന്ത് നന്നായിട്ട് മിക്സിങ് ആവും. നല്ല ടേസ്റ്റ് കിട്ടും ബീഫ്. അതുപോലെ ബീഫിൽ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. ജീരകത്തിൻ്റെ ചെറിയ ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് കൂടുതൽ കിട്ടും.